നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. വഴിക്കട വാനമറയിൽ കാട്ടാനക്കൂട്ടം വീടാക്രമിച്ചു. അടുക്കളയിലെ പാത്രങ്ങളെല്ലാം തകർത്ത് അരിയും തിന്നാണ് ആനക്കൂട്ടം മടങ്ങിയത്. ഭീതി വിട്ടൊഴിയാതെ 2 കുടുംബങ്ങൾ. വ്യാഴാഴ്ച പുലർച്ചെ 2:00-ഓടെയാണ് സംഭവം. ആനമറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പൂവത്തിപ്പോയിൽ മൂച്ചിക്കൽ മോഹനൻ, ആനമറയിലെ കുമാരദാസൻ എന്നിവരുടെ വീടുകളാണ് കാട്ടാനക്കൂട്ടം ആക്രമിച്ചത്. മോഹനൻ വീടിനോട് ചേർന്ന് കെട്ടിയുണ്ടാക്കിയ അടുക്കള പാടെ തകർത്ത ആന പാത്രങ്ങളെല്ലാം ചവിട്ടി നശിപ്പിച്ചു. വീടിന്റെ വാതിലിൽ ചവിട്ടുന്ന ശബ്ദം കേട്ടാണ് മോഹനനും ഭാര്യ സുനിതയും ഉണർന്നത്. കലിയുമായി എത്തിയ ആനക്കൂട്ടത്തെ കണ്ട് 3 കുട്ടികളുമായി ഇവർ വീട്ടിൽ ശ്വാസം അടക്കിപ്പിടിച്ച് കഴിയുകയായിരുന്നു എന്ന് പറയുമ്പോഴും ഇവരുടെ മുഖത്ത് ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ല. രാത്രി ഒരു 2 മണിക്ക് ആന വരുമ്പോൾ ആന വന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കുറേ അരി പിന്നെ സാധനങ്ങളൊക്കെ നാശാക്കി ഈ വാതിലിന് ചവിട്ടി. അപ്പത്തിന് ഞങ്ങൾ ഈ വാതിലിന് ചവിട്ടി ഒച്ച കേട്ടിട്ട് ഞങ്ങൾ നീച്ച് പുറത്ത് വന്ന് നോക്കുമ്പോൾ കൂട്ടാന പോയി. പിന്നെ ഒച്ച ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ അപ്പുറത്ത് ഒരച്ഛനും അമ്മയും മോളും ഇങ്ങോട്ട് പോന്നു. പിന്നെ കുറേ അരിയും സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു. കുറച്ച് മസാലപ്പൊടികൾ, പാത്രങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു. ആന എപ്പോഴും ഇറങ്ങുന്നുണ്ട്. ആന എപ്പോഴും ഇറങ്ങിയത് ഫോറസ്റ്റിന്റെ അതിൽ കൂടെ അങ്ങനെ പോവലാണ്. പക്ഷെ ഇന്നലെയാണ് ഇങ്ങോട്ട് കയറിയത്. ആനശല്യം കൂടുതൽ തന്നെയാണ്. ആനശല്യം ഭയങ്കര കൂടുതൽ തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇവരെ വീടൊക്കെ അന്ന് തകർത്തിട്ടാണ് ആന പോയത്. ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ് അല്ലേ? 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ആന. ഇതെങ്ങനെ പോയിട്ടത് ആ വറകട്ടി മുഴുവൻ മുഴുവന് വലിച്ച് അവരെ ജനാലൊന്ന് അടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ തള്ളിയിട്ടിട്ടാണ് പിന്നെ രാത്രി പോയത് അയൽവക്കത്തുള്ള വീടിൻ്റെ. തുടർന്നാണ് കുമാരദാസനും മകൾ മിനിയും കൈക്കുഞ്ഞും താമസിക്കുന്ന വീടിന്റെ അടുത്തേക്ക് ആനക്കൂട്ടം നീങ്ങിയത്. ഓട് തകർക്കുകയും അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന അരിയും മറ്റു വസ്തുക്കൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തുമ്പിക്കൈ കൊണ്ട് ജനലിൽ ശക്തിയായി അടിക്കുകയും ചെയ്താണ് ആനക്കൂട്ടം കാട് കയറിയതെന്ന് മിനി പറഞ്ഞു. ജനവാസ കേന്ദ്രത്തോട് ചേർന്ന വനഭാഗത്ത് തന്നെ കാട്ടാന നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് 100 കണക്കിന് കുടുംബങ്ങളാണ് തിങ്ങിപ്പാർക്കുന്നത്. രാവിലെ കുട്ടികൾക്ക് മദ്രസയിൽ പോകുന്നതിനും മറ്റും ആനകൾ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കാട്ടാനശല്യം ചെറുക്കാൻ ഈ മേഖലയിൽ 3 കിലോമീറ്റർ ഭാഗത്ത് തൂക്കു ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുമുണ്ട്. എന്നാൽ നെല്ലിക്കുത്ത് വനം ഔട്ട്പോസ്റ്റ് മുതൽ ആനമറി വനം സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തേക്ക് തൂക്കു ഫെൻസിംഗ് ഇല്ലാത്തതാണ് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നെ ഇവിടെ വന്ന് ജനവാതിൽ വന്ന് മാഞ്ചപ്പോൾ ഞങ്ങൾ ആന വന്നത്. അപ്പം നീച്ച് നോക്കിയപ്പോൾ ആന കൊണ്ട് പിന്നെ അച്ഛൻ ടോർച്ചൊക്കെ അടിച്ചപ്പോൾ ഒച്ചട്ടപ്പോൾ പിന്നെ അങ്ങോട്ട് പോയി കാട്ടിക്ക്. വീട്ടിൽ പത്രങ്ങാനും വെട്ടാണ്ട് വന്നു കുറേ ഏട്ടായി വന്നു. അവിടെ ആല പൊളിച്ചിരുന്ന് ഇവിടെ ഈ തെങ്ങും ഇവിടെ ഫുള്ള് കവുങ്ങും തെങ്ങൊക്കെ ഇനി മൊത്തം ആന നശിപ്പിച്ചാണ്. ഫെൻസിങ് വരും പറഞ്ഞിട്ട് 5 കൊല്ലമായി പാസ്സായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് എന്തായാലും വരും എന്ന് പറഞ്ഞാണ്. ഇന്ന് വരും പറഞ്ഞപ്പോൾ പറയും നാളെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനല്ലാതെ വരുന്നതല്ല. എത്ര ദിവസമായി ഇതൊക്കെ ഗ്രൗണ്ട് മതിയാക്കി. എത്ര തെങ്ങും കവുങ്ങ് കൊണ്ട് കണ്ണ് കാണൂല ഇനി. അത്രയും എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ആൾക്കാർക്കൊന്നും ഒന്ന് വറകുണ്ടാക്കാൻ പോകാനോ ഒന്നും കഴിയില്ല. ഈ ഒരു ഭാഗം മാത്രം കുറഞ്ഞ സ്ഥലമുള്ള ഫെൻസിങ് ഇടാൻ. ആ ഫെൻസിങ് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായി. ഇത്രകാലം കാലമായി അങ്ങനെ പറഞ്ഞ് എല്ലാവർക്കും വിളിച്ച് അങ്ങനെ പറയാനല്ലാതെ ഇതിന് നടപടി എന്തെങ്കിലും പെട്ടെന്നുണ്ടാകും. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.